Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങളെ ഫുള്ളായിട്ട് കാണാം. ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് വേണ്ടത് ലൈക്കും കമൻറ്റും വേണം. അത് ഞാൻ വീണ്ടും പറയണം. റെക്കമെൻഡേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തേ പറ്റും. അപ്പൊ ഞാൻ വീഡിയോ അധികം ഞാൻ പറഞ്ഞ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോ. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ടെക് ന്യൂസിലേക്ക് എടുക്കല്ല. അപ്പൊ ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് നത്തിങ്ങിന്റെ സൈഡിൽ നിന്നാണ്. നത്തിങ്ങിന്റെ 3A ലൈറ്റ് എന്ന് പറയുന്ന മോഡല് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന്റെ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ റിവീൽ ചെയ്യുന്നതാണ്. എന്നാണ് അതിന്റെ റിലീസിങ് ഡേറ്റ് എന്നിവയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ സ്പെക്സും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് കിട്ടുമ്പോൾ ഷംസി ഫോർ ടെക് എന്ന് പറയുന്ന ചാനലിൽ കിട്ടുന്നതാണ്. അത് മാത്രമല്ല, ഈ നത്തിങ് 3 എന്ന് പറഞ്ഞ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഉണ്ടല്ലോ, ഇപ്രാവശ്യം അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഭയങ്കര റേറ്റ് കുറച്ചിട്ടാണ് അവർ ഇറക്കിക്കുന്നത്. ഫ്ലിപ്കാർട്ടിന്റെ ഓഫറും ആമസോണിന്റെ ഓഫറും വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഓഫർ വെച്ചിട്ടാണ് ഇറങ്ങിയത്. കാരണം അതൊരു 75-80 റേഞ്ചിൽ വരേണ്ട ഫോണല്ല. അതാണ് അതിന്റെ സത്യം. ഇപ്രാവശ്യം നല്ലോണം ഡ്രാസ്റ്റിക്കലി അവരുടെ പ്രൈസ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഇപ്പൊ നല്ല സെല്ല് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നത്തിങ് 3A ലൈറ്റ് പ്രൈസ് കുറച്ചിട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോണായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോഫ്റ്റ്വെയറും കാര്യങ്ങളും അപ് ടു ദ മാർക്കാണ് ഇപ്പൊ നിലവിൽ. നല്ല സോഫ്റ്റ്വെയറുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. ബ്ലോട്ട്വെയർസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ല രീതികളിൽ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും അവർ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സർട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യാൻ ചെയ്യണം നത്തിങ് 3A ലൈറ്റിന്. പിന്നെ രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ OS 16 സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വരാൻ പോകുന്നുണ്ട്. കുറച്ച് ലിസ്റ്റുകൾ ഉള്ള സ്മാർട്ട് ഫോണുകൾക്ക് ഞാൻ എൻ്റെ വീഡിയോകളിൽ ഞാൻ ഇട്ടുതരാം. ഏതൊക്കെ ഫോണുകളാണ് ഈ ഓക്സിജൻ OS 16 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാൻ പോകുന്നതും അതും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. സാംസങ്ങിന്റെ ഗാലക്സി S26 എഡ്ജ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന്റെ പ്രോജക്റ്റ് നിർത്താൻ പോവുകയാണ്. കാരണം എന്താ അറിയോ, ഇപ്രാവശ്യം S25 എഡ്ജ് ഇറങ്ങി. ഭയങ്കര സ്ലിമ്മസ്റ്റ് ഫോണൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല ഇറക്കിയതിൽ. എന്താ കാരണം എന്നറിയോ? രണ്ട് കാരണങ്ങൾ. എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണ്. മിക്ക ആൾക്കാരുടെ അഭിപ്രായം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ S25 എഡ്ജ് എന്ന് പറഞ്ഞ ഫോണ് ഇവര് ഇറക്കിയപ്പോൾ സ്ലിം ആണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ അതൊക്കെ അംഗീകരിക്കുന്ന കാര്യം. ഡിസൈനിലും വലിയ ഒരു സംഭവം ഒന്നും പറയാനില്ല. അത് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് സ്നാപ്ഡ്രാഗൺ 80 ലൈറ്റ് ചിപ്സെറ്റ് വെച്ചിട്ട് ഇറക്കിയിട്ട് ബാറ്ററി മില്ലിയാമ്പർ വളരെ കുറവും. 3900 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ട് ഈ ഒരു ഫോൺ ഇറക്കിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം സ്നാപ്ഡ്രാഗൺ 80 ലൈറ്റ് ചിപ്സെറ്റ് പോലത്തെ ഫോണുകൾക്ക് വേണ്ടത് മിനിമം എങ്കിലും ഒരു 5000 mAh. ആ വേൾഡ് സ്ലീക്കസ്റ്റ് ഫോണിന് അതുമില്ല. പിന്നെന്താ കാര്യം? പിന്നെ വിചാരിച്ച പോലെ സെയിലും നടക്കണില്ല. ബാറ്ററി ഭയങ്കര ബൾജിങ്ങുമാണ്. കുറച്ച് ആൾക്കാരൊക്കെ ഉപയോഗിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ് ഈ ഒരു ഫോണിന് ബാറ്ററി ബൾജിങ്ങിന്റെ ഇഷ്യൂസ് ഇട്ടത്. അപ്പൊ ആ ഒരു കാരണത്താൽ ഇവര് S26 എഡ്ജിന്റെ പ്രൊജക്റ്റ് നിർത്താൻ പോവാണ്. അതിനെക്കാട്ടും ഡ്രാസ്റ്റിക്കലി ഫ്ലോപ്പാണ് iPhone 17 Air. അത് എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു സിംഗിൾ ക്യാമറയും സിംഗിൾ സ്പീക്കറും ബാറ്ററി മില്ലിയാമ്പറും ഇല്ല. എന്താ ഞാൻ പറയേണ്ടതെന്ന് അറിയില്ല. ചിപ്സെറ്റിൽ എന്തോ ഒരു ഇമ്പ്രൂവ്മെന്റും കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ആ സാധനം കണ്ട് കറുത്ത കളറ് ആണ് കണ്ടത്. iPhone 17 Air. നമ്മളൊരു ഹോണറിൻ്റെ ഒരു പയ്യനുണ്ട്, താജുദ്ദീൻ എന്ന് പറഞ്ഞാൽ, അവൻ്റെ കയ്യിൽ ആ സാധനം ഉണ്ട്. ക്യാമറ ഒക്കെ നല്ല റിസൾട്ടാണ് ഫീൽ ചെയ്തത്. സിംഗിൾ ക്യാമറ ആണെങ്കിലും എന്താ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്ത് ആയിട്ട് എനിക്ക് ആ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടിട്ട് എനിക്ക് ഞാൻ ലെനോവോയിലല്ല വർക്ക് ചെയ്യുന്നത്, ഞാൻ ഇപ്പോൾ ബെൽക്കിനിലാണ് വർക്ക് ചെയ്യുന്നത്. ബെൽക്കിനിൽ ഒരു 3-in-1 മാക്സേഫ് ചാർജർ ഉണ്ട് 15 watts. അതേ ഡിസൈനൊക്കെ വെച്ചിട്ടാണ് യവനെ ഇറക്കിക്കുന്നത് ഈ iPhone 17 Air. എനിക്ക് സത്യം പറയാലോ,
എന്താണ് ആപ്പിൾ ഉദ്ദേശിച്ചതെന്നുള്ളത് ഇതുവരെയായിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഒരു അട്ടർ ഈ 2025 ഏറ്റവും അട്ടർ ഫ്ലോപ്പ് ഫോൺ എന്ന് പറയുന്നത് iPhone 17 എയറും സാംസങ്ങിൻ്റെ ഗാലക്സി S25 എഡ്ജാണ്. മാക്സേഫ് ചാർജറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എന്തോ വിലക്കൊക്കെയാണ് മാക്സേഫ് ചാർജറൊക്കെ കൊടുത്തിരിക്കുന്നത്. ആപ്പിളിൻ്റെ സ്വന്തമായിട്ടൊരു മാക്സേഫ് ഒക്കെ ഉണ്ട്. എനിക്ക് വലിയൊരു സംഭവം ഒന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ള കാര്യമായിട്ട്. എനിക്ക് ഈ 2 ഫോണുകളും 2025 അട്ടർ ഫ്ലോപ്പ് ഫോണുകളായിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഹോണറിൻ്റെ മാജിക് 8 Pro എന്ന് പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഡിസംബറിലാണ് ലോഞ്ചിങ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സ്നാപ്ഡ്രാഗൺ 8 Gen 5 ചിപ്സെറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. 120 Hz റിഫ്രഷിംഗ് റേറ്റ്, പിന്നെ 6000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. 1800 HBM നിറ്റ്സും കൂടെ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4320 പിക്സൽ ഡിമ്മിങ് വരുന്ന ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റിലെ ഏറ്റവും വലിയ പിക്സൽ ഡിമ്മിങ് ഉള്ള ഫോണാണ് ഇപ്പം നിലവിൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോണത്. UFS ആണെങ്കിൽ 4.0 LPDDR5X റാം, 512 GB 16 GB റാമിലൊക്കെ ആയിരിക്കും വരാം. 7200 mAh കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററിയാണ് വരാൻ പോകുന്നത്. ആ കാര്യത്തിൽ യാതൊരു രീതിയിലൊരു തർക്കം വേണ്ട. പിന്നെ മാജിക് OSന്റെ 10 ആണ് വരാൻ പോകുന്നത് വിത്ത് AI ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ക്യാമറ മെഗാ പിക്സൽ നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മെഗാ മെയിൻ ക്യാമറ, പിന്നെ 200 മെഗാ പിക്സലിലെ പെരിസ്കോപ്പിക് ലെൻസ്, 50 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ, പിന്നെ ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സലൊക്കെ വെച്ചിട്ടായിരിക്കും ഇറങ്ങുക. പിന്നെ 6.7 OLEDന്റെ അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് ആണ്. 1 Hz to 120 Hz റിഫ്രഷിംഗ് റേറ്റ് ആണ്. എനിക്കിതിൽ 2-3 പോരായ്മകൾ എനിക്കിതിൽ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഒരു കാര്യം ഡിസൈൻ്റെ കാര്യത്തിൽ വലിയൊരു മാറ്റം എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം UFS സിസ്റ്റം. ഇത് 4.0 ഇറക്കുന്നതിന് പകരം യവന്മാർക്കിത് 4.1 ഇറക്കിക്കൂടെ എന്നാണ് എനിക്ക് ഹോണറോട് ചോദിക്കാനുള്ളത്. അത് എന്തുകൊണ്ടൊരു ഡൗൺ ഗ്രേഡ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത്. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് ഇതിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് ആണ്. ഇത് ഇൻസ്റ്റെഡ് ഓഫ് 120 പകരം ഇതൊരു 144 Hz ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ലെവൽ ഫോണായി മാറിയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ബാറ്ററി OLED കാര്യങ്ങളും ആണ് വലിയൊരു സംഭവം എന്നല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഓക്കെ, നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ ചെയ്യാം. പക്ഷേ ഒരു കാര്യം കൂടെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യവന്മാരുടെ ക്യാമറ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. കാരണം മാജിക് 7 Proൻ്റെ ക്യാമറ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവരുടെ നമ്പർ വേറെ, ഫിഗർ വേറെ, റിസൾട്ടൊക്കെ വേറെ. അപ്പോൾ മാജിക് 7 Proൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. രണ്ടും പറഞ്ഞതിലൊക്കെ വിപരീതമായിട്ടാണ് ഇവർ കമ്പനികൾ ഇറക്കിയിട്ടുള്ളത്. ഇനി മാജിക് 8 Proയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോഗ്രാഫി കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരും എന്നാണ് ഇവർ പറയണത്. പൊള്ളാണോ സത്യമാണോ ഇനി റൂമറാണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് പേഴ്സണലായിട്ട് ഇതൊരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഈ ഒരു ഫോൺ ഇട്ടാ. ജനറലി ഞാൻ പറയാനുള്ളത്. ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റിയൽമിയുടെ GT8 Pro ലോഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോകളിൽ പറഞ്ഞിരുന്നു. ക്യാമറ ഡിസൈൻ്റെ കാര്യങ്ങൾ വളരെ അൺവിയേർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു വിയേർഡ് ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. അതാണ് ഞാൻ പറയേണ്ട ഒരു കാര്യം. പക്ഷേ ഇപ്രാവശ്യം അവർ കുറച്ച് ആക്സസറീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്സസറി. അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു റിയൽമി GT8 Pro ആണോ എന്ന് തോന്നൂല. കാരണം അമ്മാതിരി ആക്സസറീസ് ഒക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഞാനിതിൽ ഷെയർ ചെയ്യാം. എനിക്ക് അതിൻ്റെ ആക്സസറീസുകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ചിപ്സെറ്റോ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു, പോയിട്ട് കാണാം. അപ്പോൾ റിയൽമി GT8 Pro ക്യാമറൻ്റെ ആക്സസറീസിൽ മാറ്റം കൊടുക്കുന്ന കാര്യത്തിൽ എനിക്കൊരു ഇന്നോവേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഐപാഡിൻ്റെ പുതിയ സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകണം. ഐപാഡിൻ്റെ Pro ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്.
അതും M5ന്റെ ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഒരു 30-40% മോർ ഫാസ്റ്റർ ദാൻ M4 ചിപ്സെറ്റ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം നമുക്ക്. ഇതിന്റെ ബേസ് സ്റ്റോറേജ് വരാൻ പോകുന്നത് 128 GB അല്ല, ഇത് സ്ട്രെയിറ്റ് 256, 512 പിന്നെ 1 TB സ്റ്റോറേജുകളിലാണ് വരാൻ പോകുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഇവർ ഇതിൽ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ചാർജിങ് സ്പീഡാണ്. ഇൻസ്റ്റഡ് ഓഫ് 20 വാട്ട്സ് യവന്മാർ പുതിയ ഐപാഡ് പ്രോയിൽ വരാൻ പോകുന്നത്. ഒന്നില്ലെങ്കിൽ ഇതൊരു 40 വാട്ട്സിന്റെ ചാർജർ കൊടുക്കും, അല്ലെങ്കിൽ യവന്മാർ ബോക്സിന്റെ ഉള്ളിൽ ഒരു 60 വാട്ട്സിന്റെ ചാർജർ കൊടുക്കും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ആപ്പിളവരോട് ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാറുണ്ട്. ആപ്പിൾ എന്നാണ് ഇനി 60 വാട്ട്സിന്റെ ചാർജർ നിങ്ങൾ ഇറക്കുക എന്നുള്ളത്? ഇനി നിങ്ങൾ ഈ ഐപാഡ് പ്രോന്റെ ചാർജർ ആയിരിക്കുമോ നിങ്ങൾ ഈ iPhone 17 Pro സീരീസിന് കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് സെയിൽ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ടിം കുക്ക് അണ്ണാ, നിങ്ങൾ തരികിട കമ്പനിയാണ്, നിങ്ങൾ ആ പരിപാടികളൊക്കെ ചെയ്യും. നേരത്തെ ഐപാഡിൻ്റെ ചാർജറുകളാണ് ഇപ്പം നിലവിൽ ഇപ്പം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സൊക്കെ ഈ 20 വാട്ട്സിൻ്റെ ചാർജറാണ് ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സൊക്കെ അവരുടെ പുതിയ ഐപാഡിനും ഐഫോണിനും യൂസ് ചെയ്യണത്. അപ്പോൾ ആ തരികിട പരിപാടി നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രീതികളിൽ ചാർജറുകൾ, ഫോണിന് വേറെ ചാർജർ നിർമ്മിക്കുക, ഐപാഡിന് വേറെ ചാർജറുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്. ആ തീരുമാനം നിങ്ങൾ ഏറ്റെടുക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാണ്ട് ഉടായ്പ പരിപാടിയായിട്ട് വരരുത് മക്കളെ. ടിം കുക്ക് കണ്ണാ, നിങ്ങൾ കേട്ടല്ലോ ഞാൻ പറഞ്ഞ വെർട്ടു ക്യൂ എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഒരു 6 ലെവലാണ് ഈ ഒരു ഫോണ്. വിലയാണെങ്കിലോ അതിനെക്കാട്ടും വിലയാണ്. നമുക്കൊന്നും താങ്ങില്ല, എസ്പെഷ്യലി എനിക്കൊന്നും താങ്ങില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ വിലയാണ്. വെർട്ടുവിനെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫഹദ് ഫാസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് വെർട്ടുവിനെ കുറിച്ചിട്ടുള്ള ഒരുപാട്. എന്താ പറയുക, ഫഹദ് ഫാസിലിൻ്റെ യൂസ് ചെയ്തിട്ട് ഭയങ്കര പബ്ലിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫഹദ് ഫാസിലിന് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നടന്മാർക്കും നടികൾക്കും ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കൊക്കെ അത് പറ്റും. സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതൊരു സ്നാപ്ഡ്രാഗൻ്റെ 80 ലൈറ്റ് ചിപ്സെറ്റാണ് വരുന്നത്. 16 GB റാം, 512 GB സ്റ്റോറേജും വരുന്നുണ്ട്, 1 TB സ്റ്റോറേജും വരുന്നുണ്ട്. UFS ആണെങ്കിൽ 4.0 LPDDR5X റാം, 5565 mAh ബാറ്ററി. പിന്നെ പോരാത്തിന് ബോക്സിൻ്റെ ഉള്ളിൽ 65 വാട്ട്സിൻ്റെ ചാർജറും ബോക്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. ലക്ഷങ്ങൾ വില കൊടുക്കുന്ന ഫോണിൻ്റെ ഉള്ളിൽ ചാർജറും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സാംസങ്ങും ആപ്പിളും ചാർജർ പോലും കൊടുക്കാത്ത ഒരു അവസ്ഥകളിൽ വെർട്ടു ക്യൂ ചാർജറും കൂടെ കൊടുക്കുന്നുണ്ട്. എന്താ ഞാൻ ഇതിനോട് പറയേണ്ടത്? എനിക്ക് സത്യത്തിൽ ചിരിയാണ് വരുന്നത് സാംസങ്ങിൻ്റെ ആപ്പിളിൻ്റെ പോക്ക് കണ്ടിട്ട്. പിന്നെ 6.7 ഇഞ്ചിൻ്റെ ആമോലെഡ് സ്ക്രീന് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷിങ് റേറ്റ്. ഇത് LTPO ഡിസ്പ്ലേയും കൂടെയാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാൻ. വിലയാണെങ്കിലുണ്ടല്ല നമുക്ക് ഒട്ടും താങ്ങില്ല. ഫസ്റ്റ് ടൈമിലാണ് വെർട്ടു ഒരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം ഫോണ് ഇത്ര വിലക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്, അതും ഇത്രയും ഹൈ എൻഡ് സ്പെക്കൊക്കെ വെച്ചിട്ട്. പിന്നെ UFS പറഞ്ഞ പോലെ 4.0 4.1 അല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വില നമുക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. ഇനി ഇതിന് 4.1 UFS കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ പൊരയുടെ പോലും വിൽക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. അപ്പം അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണമല്ലോ. അതൊന്ന് ചെയ്തെന്താന്ന് മാത്രം. ഇത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, പിന്നെ അനിൽ അംബാനി, മുകേഷ് അംബാനി, പിന്നെ നമ്മുടെ യൂസുഫ് അലിക്ക, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പണച്ചാക്കുകൾ പറ്റിയ ഫോണാണ്. പിന്നെ ഫഹദ് ഫാസിൽ, മമ്മൂട്ടി, മോഹൻലാൽ, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഷംസുദ്ദീന് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ജന്മം ജനിക്കേണ്ടി വരും എന്ന് വേണമെങ്കിൽ പറയാം. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ സപ്പോർട്ട് എന്നെ ചെയ്യുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഞാനൊരു കൈ നോക്കാം. അത്ര എനിക്ക് പറയാനുള്ളൂ. പോയിട്ട് റെൻഡർ കണ്ടോ? ഓക്കെ ഗൈസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര ക്യാരറ്റ് വെച്ചിട്ടുണ്ടാക്കി, എത്ര 24 ക്യാരറ്റ് ആണോ 24 ബീട്രൂട്ട് ആണോ എന്നുള്ളതൊക്കെ അടിയിൽ
മെൻഷൻ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ വെർട്ടിക്യൂ ഫ്ലാഗ്ഷിപ്പ് ഫോണ് ഇറക്കുന്ന കാര്യത്തിൽ നല്ലൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടക്കാം. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഓപ്പോൻ്റെ X9 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു ഡിസംബറിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ലോഞ്ചിങ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇത് ഓക്സിജൻ OSന്റെ 16 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ Dimensity 9500 ചിപ്സെറ്റാണ്, LPDDR5X റാം, UFS 4.1. പിന്നെ ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ 7500 mAh കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററി ഒക്കെ ഇറങ്ങുന്നുണ്ട്. പിന്നെ 6.7 OLED സ്ക്രീന്, പിന്നെ 50 MP ക്യാമറ, ചക്ക മാങ്ങ തേങ്ങ അലുവ എല്ലാതും ഇറങ്ങുന്നുണ്ട്. പിന്നെ അതേപോലെ X9 മോഡലും ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിൻ്റെ ചെറിയ വെർഷനാണ്, 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്, സെയിം ബാറ്ററിയാണ്. രണ്ടും തമ്മിൽ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് പിക്സൽ ഡിമ്മിങ്ങിൻ്റെ കാര്യത്തിലാണ്. ഒന്നിൽ ഒരു 3840 പിക്സൽ ഡിമ്മിങ് കൊണ്ടിരുന്നുണ്ട്, ഒന്നിൽ 2165 2165 അല്ല 2160 പിക്സൽ ഡിമ്മിങ് ആണ്. X9 പ്രോയിൽ വരുന്നത് 2160, X9ൽ വരുന്നത് 3840 ആണ് പിക്സൽ ഡിമ്മിങ് വരുന്നത്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് ആണെങ്കിൽ അടിപൊളിയാണ്, 6000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, HBM 1800 ആണ് വരുന്നത്. പിന്നെ HDR10ഉം 10+ഉം ഡോൾബി വിഷനും രണ്ടിലും വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഹാസൽ ബ്ലാഡിൻ്റെ കളർ കാലിബ്രേഷൻ വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ സോണിൻ്റെ സെൻസറാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇൻ ജനറലി പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് സ്പീഡും അടിപൊളിയാണ്. 80 വാട്ട്സിൻ്റെ സൂപ്പർ ബൂക്ക് ചാർജറും 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിസൈൻ ആണെങ്കിൽ OnePlusൻ്റെ 15ൻ്റെ അതേ ഡിസൈനാണ് യവന്മാർ ഇറക്കിയിട്ടുള്ളത്. ഡിസൈനും കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടൊന്നുമില്ല മുന്നത്തെ വീഡിയോകൾ, പക്ഷെ ഇപ്പോഴത്തെ പുതിയ വീഡിയോകൾ ഞാൻ പറയാണ്. OnePlusൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് ഇതിനുള്ളത്. ഈ Find X9 സീരീസിന് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഫോണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്നാപ്ഡ്രാഗൺ 8 Gen 5 ചിപ്സെറ്റും 16 GB റാം ആയതുകൊണ്ട് ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു ചിപ്സെറ്റാണ്. പിന്നെ ഡിയോക്സോം മാർക്കിലേക്ക് ഇപ്രാവശ്യം Find X8 Pro ആണോ അൾട്ര ആണോ എന്നറിയില്ല, 2ാം സ്ഥാനമായിരുന്നു ക്യാമറയുടെ കാര്യത്തിൽ. അപ്പോൾ ഇപ്രാവശ്യം പൊട്ടിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ Find X9 സീരീസ് ഒരു വെല്ലുവിളി ആകും ആർക്കെന്നറിയോ? വിവോന് തിരിച്ചും ഒരു വെല്ലുവിളി ആവാൻ സാധ്യത ഉണ്ട്. കാരണം ഞാൻ വെയിറ്റ് ചെയ്യാണ് വിവോ X300 പ്രോവും അൾട്രയും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊരു ടോട്ടലി ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഫോണാണെന്ന് വേണമെങ്കിലൊക്കെ പറയാം നമുക്ക്. കാരണം UFS ഒക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ Dimensity 9500 ആണ് ചിപ്സെറ്റ്. അതോടൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബൈപ്പാസ് ചാർജിങ് അടക്കം കൊടുക്കുന്നുണ്ട്. ഗെയിം കളിക്കുന്ന ഇടയിലും യൂട്യൂബ് കാണുന്ന ഇടയിലും നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യുന്ന ഇടയിലും നമുക്ക് ബൈപ്പാസ് ചാർജിങ് യൂസ് ചെയ്യാൻ പറ്റും. ബൈപ്പാസ് ചാർജിങ്ങിനെ കുറിച്ചിട്ട് ഇനി ഞാൻ കൂടുതലൊന്നും വർണ്ണിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ വലിയ വലിയ സ്റ്റോറുകളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഇനി സംസാരിക്കാൻ പോകുന്നതൊക്കെ ബൈപ്പാസ് ചാർജിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇനി നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതും പറഞ്ഞുതരാം. ബൈപ്പാസ് ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ഡയറക്റ്റ്ലി പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗെയിമാണ് കളിക്കുന്നത്, instead of going to the battery, it directly goes to the motherboard and still you can play the game. അതാണ് ബൈപ്പാസ് ചാർജിങ്. ആ ടെക്നോളജി ഓൾറെഡി വിവോ ഇപ്പോൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി ഓപ്പോൻ്റെ ഈ Find X9 സീരീസിലും അത് വരുന്നുണ്ടെങ്കിലുണ്ടല്ലോ, വരും, ഉറപ്പാണ്, അതിലുണ്ടാവും ബൈപ്പാസ് ചാർജിങ്. വേറെ തന്നെ ആയിരിക്കും. പിന്നെ ColorOS 16 അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് റിഫൈൻമെൻറ്റും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ അതും കൂടെ എൻ്റെ കയ്യിലേക്ക് കിട്ടണം. അതിൻ്റെ മുന്നേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എത്ര വേഗം എൻ്റെ റവന്യൂ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടി ഒന്ന് കാണാൻ വീഡിയോ പ്ലീസ് ഒന്ന് കാണാം. കാരണം എനിക്ക് വലിയൊരു സ്വപ്നം സാധിക്കാനുണ്ട്. അത് നിങ്ങൾ മുഖേന തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്ര വേഗം
ആ ഒരു റവന്യൂ ഗൂഗിൾ അമ്മാവൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വേഗം കണ്ട് തീർക്കുങ്ങൾ. കുറച്ചും കൂടെ വാച്ചിങ് ആവാറുണ്ട്. ഒരു 36 മണിക്കൂറുണ്ട്. ആ 36 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ എനിക്ക് റവന്യൂ വരും. ഇപ്പം ഞാൻ വീണ്ടും നിങ്ങളോട് പറയണേ, പ്ലീസ് എങ്ങനെയെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടെങ്കിലും കണ്ടിട്ട് തീർക്ക്. നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫൈൻഡ് X9 സീരീസിൻ്റെ സ്പെക്കും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ, ഞാൻ പൈസ കൊടുത്തിട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. അതിന് എനിക്ക് വലിയ വലിയ ഗാഡ്ജറ്റ്സ് വേണം. എന്നാലാണ് എനിക്കിതൊക്കെ കാണിച്ച് തരാൻ പറ്റുള്ളൂ. എൻ്റെ ഈ ഒരു ചെറിയ മൊബൈലൊന്നും വെച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്ലീസ് ടേക്ക് ഇൻ ടു ദ കൺസിഡറേഷൻ. പ്ലീസ് ഡു ദ കമൻറ്റ്, പ്ലീസ് ഡു ദ ലൈക്ക്. I need to get this video into the recommendation from you guys. അതാണ് എനിക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾ കണ്ടില്ല എൻ്റെ മൈക്കുമ്പോൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് കേട്ടാ, കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഇമോജി കേട്ടാ, കണ്ടില്ല ഒരു ഇമോജി സ്റ്റൈലിലൊക്കെ കണ്ണാടിയൊക്കെ ഇട്ടിട്ട് ആൾ ഇങ്ങനെ കണ്ടാ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കസ്റ്റമൈസേഷൻ ചെയ്തിട്ട് ഇനി വേറെ സ്റ്റിക്കറുകളൊക്കെ ഞാൻ ഇനി കസ്റ്റമൈസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹങ്ങൾ. ഇനി അങ്ങനത്തെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയാണ്, എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.